നമസ്കാരം. ഞാൻ കൊല്ലം സിറാജ്. പ്രേമ കമ്മീഷൻ പാർട്ട് 5 ഏവർക്കും സ്വാഗതം. പാർട്ട് 5 ഞാൻ അവതരിപ്പിക്കുന്നത് CAD നസീർ KP ഉമറിനെ ചോദ്യം ചെയ്യുന്നതാണ്. അതിനു മുമ്പ് എൻ്റെ ആദ്യത്തെ എപ്പിസോഡായ CAD നസീർ നെടുമുടി വേണുവിനെ ചോദ്യം ചെയ്യുന്നതിന് ശബ്ദം വളരെ കുറവായിരുന്നു എന്നൊരു പരാതി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അതിലെ ഒരു പ്രസക്ത ഭാഗം അവതരിപ്പിച്ചിട്ട് പാർട്ട് 5 പോകാം. മിസ്റ്റർ നെടുമുടി വേണു, താങ്കൾ ഏതെങ്കിലും നടിയുടെ മുറിയുടെ വാതിലിൽ ചെന്ന് തട്ടി വിളിച്ചിട്ടുണ്ടോ, മുട്ടി വിളിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരബദ്ധം എനിക്ക് പറ്റിപ്പോയി. വാതിൽ കുറേ നേരം തട്ടി വിളിച്ചപ്പോഴാണ് വാതിൽ തുറക്കപ്പെട്ടത്. അപ്പോഴാണ് അകത്ത് നടിയാണെന്നുള്ള വിവരം ഞാൻ അറിയുന്നത്. താങ്കൾ ഉരുണ്ട് കളിക്കുകയൊന്നും വേണ്ട. തുടർന്ന് എന്താണ് സംഭവിച്ചത്? അതാണ് എനിക്കറിയേണ്ടത്. എന്ത് സംഭവിക്കാൻ? വാതിൽ തുറന്നു, നടി പുറത്തേക്കും പോയി, ഞാൻ അകത്തേക്കും പോയി. പ്രൊഡക്ഷൻ്റെ ഫുഡ് കഴിച്ച് വയറ് കേടായപ്പോൾ ടോയ്ലറ്റിലായിരുന്നു ഞാൻ തട്ടി വിളിച്ചത്, രണ്ടിന് പോകാൻ. ഓക്കെ, ഇനി CAD നസീർ KP ഉമറിനെ ചോദ്യം ചെയ്യുന്ന ഭാഗത്തിലേക്ക് കിടക്കാം. KP ഉമറിൽ നിന്ന് തന്നെ തുടങ്ങാം. മിസ്റ്റർ നസീർ, ഞാനൊരു വികാര ജീവിയാണ്. താങ്കൾ എന്നോട് സഹകരിച്ചാൽ താങ്കൾക്ക് ഞാൻ ട്രൗസറുകൾ മേടിച്ചു തരാം, വലിയ വലിയ ഷർട്ടുകൾ മേടിച്ചു തരാം, സ്വർണ്ണമോതിരം ഇട്ടു തരാം. മിസ്റ്റർ KP ഉമർ, അത് വാങ്ങിച്ചു തരാം, ഇത് വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്നെ കുപ്പിയിലാക്കാനൊന്നും നോക്കണ്ട. ഞാൻ ചോദിക്കുന്നതിന് മാത്രം നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. പറയൂ, നിങ്ങൾ ഏതെങ്കിലും നടിയെ പീഡിപ്പിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും നടിയെയോ? ഇഷ്ടംപോലെ നടിമാരെ ഞാൻ പീഡിപ്പിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ അവരുടെ പേരുകൾ ഞാൻ നിരത്തി പറയാം. ലജ്ജയില്ലേ നിങ്ങൾക്ക്? ഒക്കെ ചെയ്തു വെച്ചിട്ട് ഇങ്ങനെ വിളിച്ചു പറയാൻ? ഞാൻ എന്തിനാണ് ലജ്ജിക്കേണ്ടത്? ഇതൊന്നും എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്തതല്ല, സംവിധായകർ പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നതാണ്. ഞാനൊരു വില്ലൻ നടനാണ്. അഭിനയമാണ് എൻ്റെ തൊഴിൽ. ഇടിക്കാൻ പറഞ്ഞാൽ ഞാൻ ഇടിക്കും, ചവിട്ടാൻ പറഞ്ഞാൽ ഞാൻ ചവിട്ടും, ബലാത്സംഗം ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ അതും ചെയ്യും. ഓഹോ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഏതായാലും നിങ്ങളെ വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. ജിങ്കിന്നാക്കടി.